ക്രിസ്മസിനായിട്ട് നാടും നഗരവും ഒക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഓണം എന്നൊക്കെ പറയുന്നത് വലിയ ആഘോഷമാണ്. അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് UK മലയാളി സംഘടനകൾ. ബെറി മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. കാണാം ആ വിശേഷങ്ങൾ. മൂന്നാഴ്ചയോളം BMCAയുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ ഭവനങ്ങളിൽ കരോൾ സംഘം എത്തും. നാടും വീടും വിട്ട് പ്രവാസ ലോകത്തെത്തിയ മലയാളികൾക്ക് ഇത്തരം ആഘോഷങ്ങൾ വലിയ സന്തോഷമാണ് നൽകുന്നതെന്ന് ഇവർ പറയുന്നു. നാട്ടിലെ ക്രിസ്മസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും മലയാളികളും നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നവരും ഒന്ന് ചേർന്ന് കൂടുതൽ പരിപാടികൾ പങ്കെടുക്കുന്നു. കൂടുതൽ പേരുമായിട്ട് കലാപരിപാടികൾ പിള്ളേർക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു. അല്ല, നാട്ടിലെ ക്രിസ്മസുമായിട്ട് വ്യത്യാസമില്ല. ഇവിടെ ഒന്നും കൂടെ എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. നാട്ടിൽ കലകളുമായി എല്ലാവരും പോകുന്നു, കിടക്കുന്ന പിരിവും വാങ്ങിച്ചു പോകുന്നു. ഇവിടെ എല്ലാവരും വരുന്നു, നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് 5 to 10 minutes ഇരുന്ന് സംസാരിക്കുന്നു, പാട്ട് പാടുന്നു. നൂറോളം കുടുംബങ്ങളാണ് BMCAയുടെ കീഴിലുള്ളത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ വീടുകളിലെത്തി കരോൾ അവതരിപ്പിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന കരോൾ കൊടും തണുപ്പിനെ അവഗണിച്ച് രാത്രി 11 മണി വരെ നീളും. ശനി ഞായർ ദിവസങ്ങളാണ് കരോൾ സംഘം വീടുകളിലെത്തുന്നത്. ഡിസംബർ ആദ്യത്തോടെ തുടങ്ങിയ BMCAയുടെ ആഘോഷങ്ങൾ ജനുവരി 4-ാം തീയതി നടക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളോടെയാണ് അവസാനിക്കുക. മീഡിയ വണ്ണിന് വേണ്ടി നിസാർ അലിയാർ, UK. ഏതായാലും നിസാർ അലിയാറിന്റെ വളരെ മനോഹരമായ ഒരു റിപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രവാസികളെ സംബന്ധിച്ച് ഈ ക്രിസ്മസ് കാലത്തെ കരോൾ സർവീസ് ഒക്കെ പലരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് UK വളരെ മനോഹരമായി ആ മലയാളി സമാജ കൂട്ടായ്മയുടെ നേതൃത്വത്തിലൊക്കെ നടത്തുന്നു. നിസാറിന്റെ വളരെ ഒരു മനോഹരമായ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് ഒട്ടനവധി വാർത്തകൾ ഇനിയുണ്ട്, അതിലേക്കൊക്കെ മടങ്ങി വരാം ഒരിടവേള കഴിഞ്ഞ്.